മുനിസ്വാമി നല്ല കാവലാ തന്റെ. എന്റെ കുട്ടികളെ ആരെങ്കിലും അഴിച്ചോണ്ട് പോയ താൻ അറിയില്ലല്ലോ. നേരത്തെ രാത്രി പൂരാ തൂങ്ങവേ ഇല്ല ഉസ്താദ്, ഒരേ കൊച്ചുകടി. ലക്ഷ്മിയെ, എന്താടി ഒരു ചാട്ടം? എന്താ നിനക്കുന്നൊരു നാണം? ഇക്കണ്ട നേരം നടന്നിട്ട് ഒരു ഓണക്കപ്പട്ട അടി കിട്ടിയത്. എന്നാ ശേഖരേട്ടൻ നാളെ നല്ല പനമ്പട്ട കൊണ്ടുവന്നേരാടി കേട്ടോ. ആരല്ലേടി? എവിടെ നല്ല കുട്ടൻ? എന്താ ചെയ്യാ, ഒരു കുട്ടിയില്ലേന് കൊടുക്കാൻ പോലും ഇത്തിരി പനമ്പട്ടല്ല. ഇനി ഇദ്ദേഹം അത് തിന്നുവോ? പതുക്കെ ആസ്തേ ദേഖേ കരോ. എന്താണ് ചെയ്ത്? മനസ്സെവിടെയാ? മരുതി ചെയ്യടി, ചെയ്യേ. രാവിലെ തുടങ്ങിയതാ പാവം. പക്ഷെ വില്ലുള്ളതുകൊണ്ട് നമുക്ക് സുഖ. ഏതു നേരം പാട്ട് കേൾക്കാം അല്ലേടി? അത് വനജയുള്ളണ്ടല്ലേ. മനുഷ്യന്മാരുടെ തലയ്ക്ക് വട്ടുപിടിച്ച എന്താ ചെയ്യാ? നീ തന്നെയല്ലേ വട്ടുപിടിപ്പിച്ചത്? ഏതോ ബാൻഡ് സെറ്റ് നടത്തിയിരുന്നതാ പാവം. കണ്ണ് കാണിച്ച് ഈ പാപ്പര കമ്പനിയിലോണ്ട് ചാടിച്ചത് പിന്നെ ആരാ? ശോഭെ, വെറുതെ അനാവശ്യം പറയരുത്. റിങ്ങിൽ കളിക്കുമ്പോൾ നമ്മൾ കാഴ്ചക്കാരെ നോക്കി ചിരിക്കും, കൈവീശി കാണിക്കും. അത് അയാളെ നോക്കിയാന്ന് വിചാരിച്ച് ഈ കമ്പനി വന്ന് ചേർന്നത് എന്റെ കുറ്റാ. എന്നാലും നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേടി? എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട. എന്റെ അമ്മ അനിയത്തിമാരും 3 നേരം കഞ്ഞിന്റെ വെള്ളം കുടിക്കണം. നശിക്കാനായിട്ട് അത് പറ്റണില്ല. കളി തുടങ്ങിയ നേരം വൈകിലോ റബ്ബേ. ബാബു മോനെ, ബാബു ബാബു, കളി തുടങ്ങണ സമയത്ത് ഇവൻ എവിടെ പോയി കിടക്കാണാവോ? കോമാളിക്ക് കളി കോമാളിത്തരം മാത്രമല്ല, ജീവിതമാ. എത്ര പറഞ്ഞാലും ഇവരുടെ ഒന്നും തലേ കേറൂല. എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എവിടെയാണാവോ? ഓ, ഇതാരാ ഭ്രാന്തന്മാരെ പോലെ എന്റെ കാലയിൽ ചങ്ങലയിട്ട് കെട്ടിയത്? ഓ റബ്ബേ. കള്ളക്കൊത്തായിരിക്കും. മുഴുത്താണോടാ? എന്റെ എത്ര ഉണ്ട്. ഉച്ചക്ക് വറക്കാനും വെക്കാനും മീൻ വേണമെങ്കിൽ പിള്ളേര് വേണം. കിട്ടിപ്പോയി കിട്ടിപ്പോയി. അയ്യോ അയ്യോ. നിന്റെ അത്ര ഉണ്ടല്ലോ, കൊണ്ടേ വറക്കടാ, അല്ലെ പാലോർത്ത് വളർത്തടാ. മുതല നിന്റെ അച്ഛൻ. തോന്നല് യാദവനത്. എന്തിനെളിക്കണത്? അയ്യോ, എന്റെ കാല് പോയേ. തന്നെ പണ്ടാറടങ്ങാനായിട്ട്. അയ്യോ എടാ കള്ളക്കുമാര, കളി റിങ്ങില് മതി. തനിക്ക് ഗ്യാസ് ഉള്ള എന്റെ കുറ്റമാണ്. കളിയാക്കിയാലുണ്ടല്ലോ നിന്റെ ഗ്യാസ് കളിയാ എടുക്കും. ഞാനിന്ന് ഇപ്പൊ തന്നെ കൊന്നേനെ മനുഷ്യനെ. ഇത് വെച്ചാണ്ട് ആളറിയണേ. ബുദ്ധിയില്ലാത്ത കളുതാ. അയ്യ കിട്ടിയാ കൊല്ലും ഞാൻ അവനെ. എപ്പോഴും ഒരു കളിയാക്കല്. കോഴിമുട്ട സുശീലായിട്ട് തന്നു വിട്ടതാ. അയ്യോ 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 തള്ളേ. ഇപ്പൊ കളഞ്ഞേനെ പട്ടീര മോൻ. ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ എത്ര വെപ്രാളം കാട്ടൂല്ല മനുഷ്യൻ. നിങ്ങൾക്കത് പറയാം. ആകെ കിട്ടുന്ന ഒരു മുട്ടയാ. ദിവസം 2 കോഴിയും 1 ദിവസം മുട്ടയും 4 ലിറ്റർ പാലും കുടിച്ചോണ്ടിരുന്നവനാ. കണ്ടില്ലേ പാലം? ഓ, പെരുമ്പാൻ പെരം മുണുങ്ങും പോലെ. ഇവനൊക്കെ തീറ്റി പോറ്റണമെങ്കിൽ ഇവിടുത്തെ ആനക്ക് ഇത്ര ചെലവില്ല. ഗുഡ് മോർണിംഗ്. ഇതാരും വില്ലയോ? ഇതെന്താ കെട്ടുമാണ്ടൊക്കെ? ഞാൻ പോവേ. എങ്ങട്ട്? എന്റെ നാട്ടിലേക്ക്. എനിക്ക് അവിടെ പള്ളി പെരുന്നാളുടെ സീസണാ. അല്ല, അപ്പൊ ഇവിടെ ആര് വായിക്കും? എനിക്കറിയില്ല. അതെന്താ വില്ലി അങ്ങനെ പറഞ്ഞേ? വില്ലി ഇരിക്കി. എന്താ പ്രശ്നം? എനിക്ക് ജീവിക്കാൻ കാശ് വേണം. കാശ് തരാലോ. എത്ര വേണമെങ്കിലും തരാം. വാ വില്ലി ഇരിക്കി, നമുക്ക് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട. എനിക്ക് ഇങ്ങടെ കാശും വേണ്ട. ഞാൻ പോവാ. അതെ, അത് ശരിയല്ല.
ബില്ലിക്ക് പോണ നിർബന്ധമാണെങ്കിൽ പോയിക്കോ. പക്ഷെ കാശും കൊണ്ടേ പോകാവൂ. ഞാനേ മുതലാളിയോടൊന്ന് പറഞ്ഞിട്ട് കാശും കൊണ്ട് ഇപ്പൊ വരാം. ബില്ലിരിക്കൂ പ്ലീസ്. പോയിക്കളയല്ലേ. സംഗതി പ്രശ്നാണ്. ബില്ലിക്ക് പോണോന്ന് വിടരുത്, പിടിച്ചോണം. അയ്യോ ഞാൻ പിടിക്കില്ല. ഈ പിടിവേലി കൂടിയേ മർമ്മത്തെങ്ങാനും കൊണ്ടാലേ എന്റെ തടി കേടാവും. പിന്നെ എന്തിനാ എന്റെ തടി? മേലെ തൊട്ടുള്ള കളി വേണ്ട. അതെ, അവനെ വിടാണ്ട് പിടിച്ചാൽ ഞാനൊരു സമ്മാനം തരാം. 3 കോഴിമുട്ട. എത്ര മുട്ട? 3 മുട്ട. ഏറ്റോ സത്യമല്ലേ? പതുക്കെ. സത്യമല്ലേ? ഞാനാണ് വില്ലിയാണ്, ഗോവിന്ദേട്ടനാണ് സത്യം. പിടിയില്ല ഞാൻ, പിടിക്കും ഞാൻ. അതെ മോനെ, എന്റെ ദേഹത്തു തൊട്ട കുത്തു ഞാൻ. മോനെ കുത്തരുത്. പേന താഴെ വെക്ക് മോനെ. അടുക്കരുത്. അയ്യോ അടുക്കില്ല. കുറെ നാളായി 3 മുട്ട കുടിച്ചിട്ട്. സാബ് സാബ് പടാ സാബ്, എന്തൊരു ഉറക്കാണ്. ഒന്ന് എണീറ്റ സാബ്. അതെ, ആ ബില്ലിക്ക് പിന്നെയും പോണെന്ന്. അത് പോയ പിന്നെ ആരാ ഇവിടെ ബാൻഡ് വായിക്കാ? ഞാനോ? എനിക്കത് പിണ്ണാക്കറിഞ്ഞേട്ടാ. പിന്നെ നീ എന്തു മാനേജരാ? നീയും പോ. ആര് പോയാലും the show must go on. സാബ് ബില്ലി Let him go. എന്നാ അവന് കാശ് കൊടുത്ത് വിട്. എടുത്തു കൊടുക്കാം. ആ കൊടുക്കാൻ ഇവിടെ കെട്ടാക്കി എടുത്ത് വെച്ചിരിക്കല്ലേ. എടുത്താൻ അവന്റെ അമ്മ. ഓ നിങ്ങളെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. അതെ, ബാലുമ തീ പിടിച്ചാ ഞാൻ നടക്കണേ. എന്റെ പൊന്നു സുശീലെ, പ്രശ്നങ്ങളൊന്നും പറയരുത്. പ്രശ്നങ്ങളൊന്നും പറയണില്ല. പക്ഷെ ഒരു കാര്യം കാതർക്ക പറയണം. നാളെ മുതൽ മെസ് വേണോ വേണ്ടയോ? അയ്യോ, മെസ്സ് വേണം. അതുള്ളതുകൊണ്ടല്ലേ പിടിച്ചു നിക്കണേ. ആ എന്നാ അരി തീർന്നു. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിയും കൂടെ ഞാൻ ഒപ്പിച്ചോളാം. നാളെ മുതൽ വിഴുങ്ങണെങ്കിലേ അരി ഇവിടെ എത്തണം. ഹാവ്, സമാധാനമുണ്ട്. അത് നാളത്തെ കാര്യല്ലേ. ഇന്നത്തെ കാര്യം തീർക്കട്ടെ. ആ ബില്ലി പോവാൻ നിക്ക. അത് പറയാൻ വന്നപ്പോളേ ഒന്ന് വന്നാട്ടെ. കിടക്കണ കിടപ്പ് കണ്ടോ? കള്ള ഉറക്കം. ഗോവിന്ദേട്ടാ, ഗോവിന്ദേട്ടാ. എന്താ സുശീലേ? അപ്പൊ താരുള്ളപ്പനെ പേടിയുണ്ട്. ഞാൻ കട്ടപ്പാലിട്ട് മറിച്ചേറ്റില്ല. ഉറങ്ങിപ്പോയി. എന്റെ ഗോവിന്ദേട്ടാ, ഇങ്ങനെ ഉറങ്ങും പോലെ കിടന്ന പ്രശ്നങ്ങളൊക്കെ തീരോ? എന്താ മിണ്ടാത്തെ? ഞാൻ എന്ത് ചെയ്യും സുശീലേ? പുറത്തോട്ടിറങ്ങിയ പ്രോബ്ലംസ് എവരിവെയർ പ്രോബ്ലംസ്. ശമ്പളം 40,000 അരിയേഴ്സ്. അതും കമ്പനി ഗേൾസിന് മാത്രം. പലിശക്കെടുത്തതിന്റെ മുതലോ പോട്ടെ. ഇൻട്രസ്റ്റ് അടച്ചിട്ട് മാസം 2 2 months. കമലേക്ക് ഹോസ്റ്റൽ ഫീസ് കെട്ടിയിട്ട് 3 months. ഇന്നലെയും കത്തുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. ലാസ്റ്റ് റിമൈൻഡർ. എന്റെ മോക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ വില്ലിക്ക് പോണം. ഞാൻ എന്ത് ചെയ്യും? താൻ എന്തെങ്കിലും ചെയ്യടോ. വീട് എനിക്ക് ശ്വാസം മുട്ടണു. ഞാൻ ചത്തും. വീടാനാ പറഞ്ഞ. താരാസിങ്ങനെ പിടിച്ചു നിർത്തിയ കയ്യാ മോനെ. വിടൂല്ല. വീടാൻ മനസ്സുകളിൽ ഇരിക്കട്ടെ. അയ്യോ എന്റെ നടുവേ. മോനെ ഒരു കൈ. അയാളെ കാണാൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വനജ മോളെ കുളിക്കാൻ പോവുക. ഏയ് അല്ല, കാശിക്ക് പോവാ. വരുന്നോ? നടന്നോ. ഞാൻ കാതർക്കെ കാണാൻ വരാനിരിക്കായിരുന്നു. എന്താ മോളെ? എന്റെ വീട്ടിലേക്ക് മണിയോട് അയച്ചോ? ഇതിപ്പോ പിടിച്ചതിനേക്കാളും വലുത് അളയൽ പറഞ്ഞ മാതിരി. കാശ് അയച്ച റിസിറ്റ് തന്നെ കാണിച്ചില്ലെങ്കിൽ ഞാൻ റിങ്ങി കയറില്ല കേട്ടോ. അതെ, അതിപ്പ അയക്കും. ഗോവിന്ദട്ട് ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ വനജയുടെ കാശ് അയക്കണമെന്ന്. ഇത് പറയാൻ തുടങ്ങിയിട്ട് ആഴ്ചയൊന്നായല്ലോ. ഞങ്ങൾക്ക് ഇത് ബാങ്കിൽ ഇടാനൊന്നുമല്ല, അരി മേടിക്കാനാ. മോള് വിഷമിക്കാണ്ടിരി, അത് അയച്ചിരിക്കും. പക്ഷെ നീ നമ്മളെ കമ്പനി പൂട്ടിക്കരുത്. ഞാൻ കമ്പനി പൂട്ടിക്കേ? വില്ലി പോയാൽ മ്യൂസിക് ഉണ്ടാവോ? മ്യൂസിക് ഇല്ലെങ്കിൽ കളി നടക്കുവോ? കളി നടന്നില്ലെങ്കിൽ കമ്പനി പൂട്ടുവോ? പൂട്ടും. കമ്പനി പൂട്ടിക്കരുത്. വില്ലി ഇവിടുന്ന് പോവരുത്. പോവാണോ? ഞാൻ എന്തിനാ ഇവിടെ നിക്കണേ? ഭക്ഷണവും ഇല്ല, ശമ്പളവും ഇല്ല, പിന്നെ എന്നോട് ആർക്കും ഇഷ്ടമില്ല. ആര് പറഞ്ഞു? വില്ലിനെ എല്ലാവർക്കും ഇഷ്ടമാ. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട. വനജയ്ക്ക് എന്നോട് ദേഷ്യല്ല. എനിക്കും ഇഷ്ടാവില്ലേ? ഏറ്റു